തന്നെ BMW E310. അതിന് ഫസ്റ്റ് സർവീസ് 7500 അത്രത്തോളം വരുന്നുണ്ട്. ലേബർ ചാർജ് കൂടുന്നുണ്ട് വരുന്നുണ്ട്. എനിക്ക് മറ്റേ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഒക്കെ ഇറങ്ങുന്നതായിട്ട് തോന്നുന്നുണ്ടോ? വെള്ളം ഇറങ്ങുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഇത് കംപ്ലൈന്റ് അല്ലേ? ഇത് ഒരു വാറന്റിക്ക് കൊടുത്തേക്കുന്നു. പിന്നെ ഈ വണ്ടി എടുത്ത സമയത്ത് വീട്ടിൽ എന്തെങ്കിലും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ടോ? അതായത് ഇതിന്റെ പ്രൊട്ടക്ട് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഇത് ഒരു വട്ടം ഓടിച്ചു നോക്കുന്നവർക്ക് അത് മനസ്സിലാവും. അതിനകത്ത് നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്താ എല്ലാവർക്കും സുഖല്ലേ? കുറേ നാളുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്ന ഒരു വണ്ടിയുടെ ഓണർഷിപ്പ് റിവ്യൂ ആണ് RTR 310 എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകൊണ്ട് നമ്മൾ ഓണർഷിപ്പ് റിവ്യൂവിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചവിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റായിട്ട് ചെയ്തത് ഏത് വണ്ടിയാണെന്ന് പോലും ഓർമ്മയില്ല. കുറേ നാൾ മുമ്പാണ് കേട്ടോ നമ്മൾ ഓണർഷിപ്പ് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. റീസ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ എൻ്റെ അടുത്ത് കുറേ നാളുകൊണ്ട് ആവശ്യപ്പെട്ട ഒരു വണ്ടിയാണ് കേട്ടോ. അതെ, TVSൻ്റെ RTR 310. നമ്മളെന്തൊക്കെയാലും ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് റിവ്യൂ ഏകദേശം 8000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണിത്. അപ്പോൾ അതിൻ്റെ ഓണറുമായിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ കംപ്ലീറ്റ് ഒരു ഓണർഷിപ്പ് റിവ്യൂ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓണർ. പേര് പറഞ്ഞു? ഫൈസൽ. എത്ര നാളായി വണ്ടി എടുത്തിട്ട്? ഇപ്പൊ ഒരു 7 മാസത്തോളം. 7 മാസത്തോളം. എത്ര കിലോമീറ്റർ ഓടിച്ചു വണ്ടി? 8500 മണ്ടയ്ക്ക് ഓടിച്ചു. 8500 അല്ലേ? അപ്പം എന്തിനാ ഈ വണ്ടി എടുത്തത്? അതായത് ഈ സമയത്ത് തന്നെയല്ലേ നമ്മുടെ ഡ്യൂക്ക് 390 ഇറങ്ങിയത്. അപ്പൊ ഇതിലോട്ട് വരാനുള്ള കാരണം, അതുപോലെ തന്നെ ഡ്യൂക്ക് ഒഴിവാക്കാനുള്ള കാരണം എന്തൊക്കെയാണെന്ന് പറയാം. അന്നേരം 3 ഓപ്ഷൻ ഉണ്ടായത് എനിക്ക്: ട്രയംഫ്, സ്പീഡ് 400, ഡ്യൂക്ക് 390. ഇത് പ്രൈസ് വെച്ചും ഫീച്ചർ വെച്ചും നോക്കിയപ്പം ഫീച്ചേഴ്സ് ഒരുപാട് ലോഡഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഡ്യൂക്ക് എന്തുകൊണ്ടാണ് വേണ്ടത്? ഡ്യൂക്കും കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നി. അന്നേരം ഈ വണ്ടി ആർക്കും ഇല്ലായിരുന്നു. അപ്പം ഇപ്പോഴും ആർക്കും ഇല്ല, അങ്ങനെ അധികം ആർക്കും ഇല്ല. ആലപ്പുഴ ജില്ല ഫസ്റ്റ് ഞാൻ എടുക്കുന്നത്. മറ്റേ സീറ്റില് കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്ന വണ്ടി എന്തുകൊണ്ട് എടുക്കാൻ? ഞാൻ അതിന്റെ ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. പക്ഷെ ഇനി സത്യം പറഞ്ഞാൽ അത് ആവശ്യമുള്ളതാട്ടോ. ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇപ്പം തണുപ്പ് വരുമ്പോഴേ അല്ല, ഇനി ഇത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ഭാവിയിൽ വേണമെങ്കിൽ വെക്കാന്ന്. പിന്നെ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ക്രൂസ് കൺട്രോളും ഫീച്ചേഴ്സൊക്കെ പറയാം, അതുപോലെ തന്നെ വണ്ടിയുടെ ലുക്കും പറയാം. പിന്നെ ഒരു ഓണർ എന്നുള്ള നിലയ്ക്ക് ഈ ഒരു 312cc അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? 35-36 ഒക്കെ കിട്ടുന്നുണ്ട്. 36 കിട്ടുന്നുണ്ടല്ലേ? ഹൈവേയില് അത്രയും കിട്ടുന്നുണ്ട്. പിന്നെ സിറ്റിയിൽ ഓടിക്കുമ്പോ എങ്ങനെ വരും 30 തൊട്ട് കിട്ടുന്നുണ്ട്. സിറ്റിയിൽ ഒരു 30 എന്തായാലും കിട്ടും. അത് വലിയൊരു കാര്യമാണല്ലോ. ഈ ഒരു പവർ വെച്ച് നോക്കുന്ന സമയത്ത് 35 മൈലേജ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാ. കാരണം ഈ ഡ്യൂക്ക് 250 പോലും ഇത്രയും കിട്ടും എന്നുള്ള കാര്യം ഡൗട്ടാ. അങ്ങനെ വെച്ച് നോക്കുമ്പോ ഒരു 300cc അത്യാവശ്യം പവറും ഉണ്ട്, മൈലേജും ഉണ്ട്. മൈലേജിന്റെ അറിയില്ല ക്യാമറാമാൻ. പിന്നെ വണ്ടിയുടെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇതിനകത്ത് ആകെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നല്ല മഴ സമയത്ത് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതി. അതെ, ഞാൻ ഈ ഹഗ്ഗർ ഇത്രയും ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇത് ചെളി അടിച്ച് കയറുന്നുണ്ട്. ബാക്കി ഇരിക്കുമ്പം അത്യാവശ്യം ചെളി വരുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഫുള്ള് വണ്ടി അങ്ങോട്ട് ഇതാകും, ഫുള്ള് ചെളിയാവും. ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഒക്കെ ഇറങ്ങുന്നതായിട്ട് തോന്നുന്നുണ്ടോ? വെള്ളം ഇറങ്ങുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഇത് കംപ്ലൈന്റ് അല്ലേ? ഇത് ഒരു വാറന്റിക്ക് കൊടുത്തേക്കുന്നു. നമ്മൾ പറഞ്ഞ വണ്ടിയുടെ പോരായ്മകളെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാം. മൈലേജ് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്ത്? പിന്നെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? കൊള്ളാം. പെർഫോമൻസ് അതായത് RR 310 ഓടിച്ചിട്ടുണ്ടോ? RR 310 കൂടുതൽ കുറച്ചുകൂടെ ടോർക്ക്. പിന്നെ ഈ ക്രൂസ് കൺട്രോൾ നമുക്ക് ട്രാക്കിനകത്ത് വർക്ക് ചെയ്യത്തില്ല. ട്രാക്ക് മോഡൽ നല്ല ഫുൾ പവർ അല്ലേ? അപ്പം ഒരു 48 കിലോമീറ്റർ സ്പീഡിന് മണ്ടക്കോട്ടായി മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. 48 സ്പീഡിന് മണ്ടക്കോട്ട് വർക്ക് ആകത്തുള്ളൂ. ഇതൊരു 120 വരെ സെറ്റ് ചെയ്യാൻ പറ്റും. 120 വരെ ക്രൂസ് കൺട്രോൾ സെറ്റ് പറന്നു പോവാം. പിന്നെ ലൈറ്റ് ത്രൂ എല്ലാരും മറ്റേ മിക്കവരും ഓടിച്ചിട്ട് ഇടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ സ്പോർട്സിലും ട്രാക്കിലും ഒന്നും ലൈറ്റ് ത്രൂ വർക്ക് ചെയ്യത്തില്ല. അർബൻ മോഡിൽ മാത്രമേ ലൈറ്റ് ത്രൂ വർക്ക് ചെയ്യത്തുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ആ ഒരു ലാഗ്, ത്രോട്ടിൽ ലാഗ്, എല്ലാരും പറയുന്ന ലാഗ് വരാൻ കാര്യം അർബൻ മോഡ് ഇടുന്നോണ്ടായിരിക്കും. അർബൻ മോഡ് ഇടുമ്പോഴാണ് എല്ലാവർക്കും അത് കാണിക്കുന്നത്. അത് അന്നേരം മാത്രമേ ലൈറ്റ് ത്രൂ വർക്ക് ചെയ്യുന്നത്. ഈ സ്പോർട്സും ട്രാക്ക് ഇടുമ്പോഴത്തേക്കും നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ആയിരിക്കും, ലാഗ് തോന്നത്തില്ല. ഈ ലാഗ് തോന്നുന്നത് ഈ GTT വർക്കാവുന്നുണ്ടോ? ലൈറ്റ് ത്രൂ ട്രാഫിക്.
പിന്നെ സർവീസ് കോസ്റ്റ് ഒക്കെ എത്ര രൂപയായി? സർവീസ് കോസ്റ്റ് സാധാരണ എല്ലാരും പറയുന്ന ഒരു കാര്യം ഭയങ്കര സർവീസ് കോസ്റ്റാ. എനിക്ക് വലിയതായിട്ടൊന്നും 2750 അത്ര ഫസ്റ്റ് സർവീസിനായി. പിന്നെ സെക്കൻഡ് സർവീസിന് 300 രൂപയ്ക്ക് താഴെ. 300 രൂപ ചെക്കപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ സർവീസ് 10,000 കിലോമീറ്ററിലെ. പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, ഇത് വരും ദിവസങ്ങളിൽ ഇതിന്റെ സ്പെയർ പാർട്സിനൊക്കെ വില എന്ന് പറയുന്നത് ഇച്ചിരി ഹൈ ആണ്. കാര്യം BMW ആയിട്ടുള്ള ഒരു കൊളാബറേഷനിലുള്ള ഒരു വണ്ടിയല്ലേ. ഞാൻ പക്ഷേ ഇതിന്റെ ഒരു തിരക്കപ്പോ TVSന്റെ ഒരു അതുമായിട്ട് വലിയ റേറ്റ് ഇല്ല. ചില ഗിയറിലുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടല്ലേ, RR പോലെ തന്നെ ചെറിയ വൈബ്രേഷൻസ് ഉണ്ട് ഗിയറിൽ, ചില സ്പീഡിൽ വൈബ്രേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം വാറണ്ടിയിൽ ഇപ്പം ക്ലെയിം ചെയ്ത് എന്താ സംഭവം, ഇതെന്ത് കംപ്ലൈന്റ് ആയിട്ട് എന്തോ? അത് എനിക്ക് വണ്ടി കിട്ടിയപ്പോഴേ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അടുത്ത സർവീസിന് ചെല്ലുമ്പോഴത്തേക്ക് അത് മാറിത്തരാന്ന് പറഞ്ഞു. അത് നന്നാക്കാൻ നിൽക്കുന്നില്ല, മാറിത്തരാന്ന്. മാറിത്തരും. ഗിയർ ബോക്സ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് തോന്നുന്നു. കിക്ക് ഷിഫ്റ്റർ അടിപൊളിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഈ ഞാൻ 390 ഓടിച്ചതിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടായിരിക്കും. പില്ലിയൻ കംഫർട്ട് എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ഇരുന്ന് പോയിട്ടുണ്ടോ? ലോങ് ഓടം വരെ പോയിട്ടുണ്ട്? ലോങ് ഇടുക്കി പോയായിരുന്നു. ഇടുക്കി അങ്ങോട്ടൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? അങ്ങനെ വേറെ നടുവിനൊന്നും ബാക്ക് വിഷയങ്ങളൊന്നും തോന്നുന്നില്ല. ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ? ഹീറ്റിംഗ് ഇഷ്യൂ വലിയതായിട്ട് വരുന്നില്ല. ഹീറ്റിംഗ് ഇഷ്യൂ ബെറ്റർ അല്ലേ? ബെറ്റർ. അത് എനിക്ക് മറ്റേ വേറെയുള്ള വണ്ടി അത്ര ലോങ് പോയിട്ടുണ്ടെങ്കിൽ അന്നേരം ഉണ്ടായ അത്രയും പോലും ഫീൽ ചെയ്തിട്ടില്ല. ഈ ഡ്യൂക്കൊക്കെ പോലെ ഹീറ്റ് ആവും? ഇല്ല. അത്രയൊന്നും ഇല്ല. ഇതിന്റെ ഇടയ്ക്ക് വല്ലപ്പോഴും ഫാൻ തന്നെ വർക്ക് ചെയ്യുന്നതാണെന്ന്. പിന്നെ ഈ വണ്ടി എടുത്ത സമയത്ത് വീട്ടിൽ എന്തെങ്കിലും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വന്നിട്ടുണ്ട്? അതായത് സാധാരണ ഇതുപോലുള്ള സ്പോർട്സ് വണ്ടിയും ഇപ്പൊ ഇത്രയും മാരകമായിട്ടുള്ള ലുക്ക് കാണുന്ന സമയത്ത് എല്ലാവരുടെയും വിചാരം എന്തോ വലിയ പവറും ആക്സിഡന്റ് ഉണ്ടാക്കാനൊക്കെ ഉള്ള ആ ഒരു മെന്റാലിറ്റി ഇപ്പോഴും ഉണ്ടോ? ഇല്ല. എന്റെ ആദ്യം ഇരുന്നത് ഒരു മറ്റേ AS200 ആയിരുന്നു. ആ വണ്ടി കണ്ട അതിനേക്കാളും കുഞ്ഞു വണ്ടിയാണെന്ന് പറയുന്നത്. അത് വീട്ടിലൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇത് എടുക്കുന്നതിന്റെ പ്രശ്നമൊന്നുമില്ല. ഇല്ല. എടുക്കുന്ന പോലെ ഇല്ല. എല്ലാരും KTM ആണെന്ന്, പക്ഷെ മിക്കവാറും കാണുന്നവര് KTM ആണോന്നാ ചോദിക്കുന്നത്. ഈ സ്പോർട്സ് വണ്ടി കണ്ട എല്ലാരും KTM ആണെന്ന് ചോദിക്കും. ക്രൂസർ വണ്ടി കണ്ട എല്ലാരും ബുള്ളറ്റ് ആണെന്ന് ചോദിക്കും. പിന്നെ നമ്മളിപ്പം പോരായ്മ ഒരുപാട് പറഞ്ഞല്ലോ. അല്ലാതെ ബ്രോയ്ക്ക് ഇപ്പം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയ കാര്യങ്ങളെല്ലാം പറയാൻ കാണും? ബുദ്ധിമുട്ടായിട്ടൊന്നും ഇല്ല. ഇതിന്റെ ലൈറ്റ് തന്നെ വരുന്ന ഹെഡ്ലൈറ്റ് ബുദ്ധിമുട്ടല്ല. അത് നമുക്ക് നല്ലൊരു കംഫർട്ടാണ് രാത്രി വണ്ടി ഓടിക്കുമ്പോഴേ. ഫോഗ് ലൈറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഇല്ല. ഇതിന്റെ നമുക്ക് ഡിമ്മിൽ തന്നെ ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വിസിബിലിറ്റി എല്ലാം കിട്ടുന്നുണ്ട്. നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഈ റോഡിലോട്ടൊക്കെ ഈ വണ്ടി കൊണ്ട് ഇറങ്ങുമ്പോഴേ ഇതൊരു 300cc ആണെന്നുണ്ടെങ്കിൽ TVSന്റെ പ്രത്യേകത അറിയാലോ. RR ആണെന്നുണ്ടെങ്കിൽ ഒരു 650 ഒരു ലുക്കാ. ഇതാണെന്നുണ്ടെങ്കിൽ അവിടെ ലുക്കാട്ടിയുടെ സ്ട്രീറ്റ് ഫൈറ്ററിന്റെ ഒരു ലുക്ക് പോലെ ഫീൽ ചെയ്യാം. അപ്പം ഇത് റോഡിലോട്ട് ഇറക്കുമ്പോഴത്തേക്കുള്ള റെസ്പോൺസ് ഒക്കെ എല്ലാരും അത്യാവശ്യം ഒരു ബൈക്കിനെ കുറിച്ച് അറിയാവുന്നവരെല്ലാം വണ്ടി നോക്കുകയും ചെയ്യും. എന്റെ അടുത്ത് വന്ന് പലരും വന്ന് അഭിപ്രായം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ നല്ല കാര്യങ്ങള് വണ്ടി ഇങ്ങനെ ഉണ്ട്. അതാ ഈ ഒരു വിലയിൽ ഇത്രയും വണ്ടി, അതായത് ഫീച്ചർ ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അവര് ഞെട്ടിപ്പോകും. ഇതിന് ഇത് ബേസിക് വെർഷനാണ്. ഇതിന് ഇത് കിക്ക് ഷിഫ്റ്റർ മാത്രം വരുന്ന മോഡല്. സ്റ്റാൻഡേർഡ് ആയിട്ട് കിക്ക് ഷിഫ്റ്റർ ഇല്ലാത്തതുണ്ട്. മഞ്ഞ കളറാണോ? അല്ല, അതും രണ്ട് കളറുണ്ട്. കിക്ക് ഷിഫ്റ്റർ ഇല്ലാത്ത മോഡലിന് 320 22 അത്ര വരുന്നത്. ഇതിന് 347 അത്ര. 347 വരുന്നുണ്ടോ? അത് അത്ര റേറ്റ്? 342 242 അല്ലേ ഇതിന്റെ എക്സ്ഷോറൂം പ്രൈസ്? ഇത് ടാക്സും ഇൻഷുറൻസും ഒക്കെ കൂടെ വരുമ്പോഴത്തേക്ക് അത്രയും വരും. 347 വരുമല്ലേ? എന്തുവാണേലും ഈ ഒരു 347 കൊടുക്കുന്നത് മുതലായിട്ട് തോന്നിട്ടുണ്ടോ? അതെന്തോ എങ്ങനെ നോക്കിയാലും മുതലായിട്ട് തോന്നുന്നു. കാരണം ഇത് ആളുകൾ കാണുമ്പോ ഒരു ദൂരെന്ന് കാണുമ്പോ ഒരു സൂപ്പർ ബൈക്ക് ആണെന്ന് തോന്നുന്നു. ലുക്ക് കൊണ്ടും ഫീച്ചർ കൊണ്ടും പെർഫോമൻസ് കൊണ്ടും ഈ ഒരു പൈസക്ക് മുതലാ. കാരണം ഈ ഡ്യൂക്ക് 250 തന്നെ ഏകദേശം 3 ഇതിനോട് അടുത്ത് വരുന്നുണ്ട്. ഇത് എടുക്കുന്നതല്ലേ മുതല്. പിന്നെ ബ്രേക്കിങ്ങിനൊക്കെ അടിപൊളി ബ്രേക്കിംഗ്. എന്തെങ്കിലും പോരായ്മ പറയാനായിട്ടൊന്നും ഇല്ല. ബ്രേക്കിംഗ് ഒക്കെ ഞാൻ എന്റെ യൂസിന് അടിപൊളി പക്കായിട്ട് ഉണ്ട്. പിന്നെ ഈ മീറ്ററിൽ വരുന്ന ഫീച്ചേഴ്സ് എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ ആക്കിയിട്ട് തോന്നിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ആദ്യമൊക്കെ എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. പിന്നെ നമ്മള് യൂസ് ചെയ്ത് തന്നപ്പോഴത്തേക്ക് നമുക്ക് ലൈസൻസ് വരെ ആഡ് ചെയ്തിടാൻ പറ്റും. ഇത് ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്തിടാൻ പറ്റും. GoPro കണക്ടിവിറ്റിയും മറ്റേ ഇത് കഴിഞ്ഞുള്ള വെർഷൻ വരുന്നത്.
പിന്നെ എല്ലാരും പറയുന്ന പോലെ ഈ സൗണ്ട് എന്തെങ്കിലും ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ടോ? സൗണ്ട് പോരായ്മയായിട്ട് തോന്നുന്നുണ്ടോ? സൗണ്ട് മിക്കവർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇതിനകത്ത് സൗണ്ട്. പറയുന്നുണ്ടല്ലോ. പക്ഷെ ഇത് നമ്മള് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്കതൊരു ഇതായിട്ട് തോന്നത്തില്ല. ഇല്ല, വണ്ടി ഓടിക്കുന്ന സമയത്ത് നല്ല അത്യാവശ്യം നല്ലൊരു സൗണ്ടാണ്. അതുപോലെ തന്നെ അത് ഹൈ റിവ്യൂ പോകുന്നത് ഈ ഡിസ്കിന്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു തേയ്മാനം പോലെ എനിക്ക് തോന്നി. അത് പോരായ്മയായിട്ടാണോ അതോ ഷോറൂമിലും എല്ലാം റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടോ ഈ ഒരു പ്രശ്നം? ഇല്ല, അത് ഇനിയിപ്പോ സർവീസിനുണ്ടെങ്കിലും പറയാം. അതിന്റെ എനിക്ക് തോന്നുന്നു പാട് തീരാറായെന്ന് തോന്നുന്നു. പാട് തീരാറായെന്ന് തോന്നുന്നില്ല. അത് ഈ 8000 കിലോമീറ്റർ തന്നെ പാട് തീരുമോ? തീരത്തില്ല. അതിനകത്ത് എന്തെങ്കിലും പാടുണ്ട്. പക്ഷെ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും പൊടിയോ എല്ലാം പക്ഷെ അതിനൊരു ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ കിക്ക് ഷിഫ്റ്റർ ഒന്ന് കംപ്ലൈന്റ് ആയിരുന്നു. കിക്ക് ഷിഫ്റ്ററിന് കംപ്ലൈന്റ് വരുന്നത് എങ്ങനെയാണ്, അതായത് ഈ ലിവറയിൽ നമ്മൾ കാല് ലോഡ് ചെയ്ത് വെച്ച് ഓടിക്കുമ്പോഴത്തേക്ക് അത് എപ്പോഴും വർക്ക് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ആ അറിയാത്ത പഴയ വണ്ടി ഓടിക്കുന്ന പോലെ നമ്മൾ കാല അതിന്റെ മണ്ടയ്ക്ക് വെച്ചും ഓടിച്ചാൽ അത് കംപ്ലൈന്റ് വരും. അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നത്, അല്ലാതെ ഒന്നും കംപ്ലൈന്റ് ആയിട്ട് ഇതിന് പറയാനില്ല. ഇല്ല. അതെല്ലാരും ശ്രദ്ധിക്കുക. ഏത് വണ്ടിയാണെങ്കിലും കിക്ക് ഷിഫ്റ്റർ ഉള്ള ഏത് വണ്ടിയാണെങ്കിലും അതിന്റെ മണ്ടയ്ക്ക് കാല് വെച്ച് ഓടിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. റൈഡിംഗ് പോസ്റ്റർ ഒക്കെ നല്ല സ്പോർട്ടി അല്ലേ? അത് ഇപ്പൊ ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരാൾക്കാണെങ്കിലും ഹൈറ്റ് ഉള്ള ആൾക്കാണെങ്കിലും കറക്റ്റ് റൈഡിങ് അങ്ങനെ അതവര് മാറി തന്നായിരുന്നു. ഈ സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? സർവീസ് ഞാൻ കോട്ടയത്ത് ചെയ്തോണ്ടിരുന്നത്. കോട്ടയം ടിവിസിൽ ചെയ്തോണ്ടിരുന്നത്. അവര് സർവീസ് ഒക്കെ പക്കായിട്ടാ നമുക്ക് ചെയ്തിരുന്നത്. ഈ സാധാരണ ഈ സർവീസ് സെന്ററിനെ പറ്റി കുറ്റം പറയുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ, അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്? ഇല്ല, അവര് അത്യാവശ്യം നമ്മൾ നല്ലതായിട്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ടിവിഎസിന്റെ ഇതിന്റെ ത്രോട്ടിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത. ഇത് ഒരു വട്ടം ഓടിച്ചു നോക്കുന്നവർക്ക് അത് മനസ്സിലാവും. അതിനകത്ത് നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ടാവും. അവര് പക്ഷെ ഞാൻ പറയുന്നത് ഒരുപാട് നെഗറ്റീവ് പറയുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്. വൈബ്രേഷൻ്റെതും പിന്നെ ഈ ത്രോട്ടിലിന്റെ മെയിൻ ആയിട്ട് എല്ലാരും പറയുന്നത് ആ ഒരു ത്രോട്ടിലിന്റെ. അപ്പം അത് അങ്ങനെ പറയുന്നവരൊന്ന് ഓടിച്ചു നോക്കുക. അപ്പം ഇതിന്റെ കറക്റ്റ് ആ ഒരു പെർഫോമൻസ് മനസ്സിലാവും. അപ്പം ഡ്യൂക്ക് 250 എന്തായാലും പെർഫോമൻസിന്റെ കാര്യത്തിൽ മുന്നിലാണ്. 300 നമ്മുടെ 390 ആയിട്ട് ആക്സലറേഷൻ വെച്ച് നോക്കുന്ന സമയത്ത് വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? വലിയ ഡിഫറൻസ് എന്ന് വെച്ചാൽ അത് 45 bhp ഒരു പെർഫോമൻസ് അല്ല, 35 bhp ഇനിഷ്യല് 390 അടുത്ത് എത്തത്തില്ല. ഇനിയിപ്പം ഒരു 8500 കിലോമീറ്റർ ഓടിച്ചൊരു ഓണർ എന്നുള്ള നിലയ്ക്ക് ഈ വണ്ടി ബ്രോയ്ക്ക് സാറ്റിസ്ഫൈഡ് ആയെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതെ, എനിക്കായി. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാനാണെങ്കിൽ 3,45,000 രൂപയ്ക്കുള്ള മുതലുണ്ട് വണ്ടിയിൽ. അതായത് USD ഫോർക്ക്, നല്ല TFT ഡിസ്പ്ലേ, അതുപോലെ തന്നെ ക്രൂസ് കൺട്രോൾ, ക്വിക്ക് ഷിഫ്റ്റർ, അങ്ങനെ എണ്ണയാലൊടുങ്ങാത്ത ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. അപ്പം ഇത് വാല്യൂ ഫോർ മണി ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഈ ഡ്യൂക്ക് 390 വേണ്ടെന്ന് വെച്ചിട്ട് ഈ വണ്ടി, ഈ ഡ്യൂക്ക് 250, സത്യം പറഞ്ഞാൽ ഡ്യൂക്ക് 390 അല്ല ഇതിന്റെ കോമ്പറ്റീഷൻ, ഡ്യൂക്ക് 250 ആണ്. പക്ഷെ ഈ ലുക്ക് ഒക്കെ കണ്ടിട്ട് ആൾക്കാർ കൂടുതലും ഡ്യൂക്ക് 390 ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ RR310 അല്ലെങ്കിൽ RR310 നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെ അധികം ഇറങ്ങിയിട്ടില്ല. അതായത് ഡ്യൂക്ക് 390 ഇറങ്ങിയതുപോലെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ അതേ ഒരു ലെവലിലോട്ട് ഈ വണ്ടി പോകും എന്നുള്ളൊരു കാഴ്ചപ്പാടില്, അതായത് ഇപ്പൊ പല തെറ്റിദ്ധാരണ വരുന്നുണ്ട്. സർവീസ് കോസ്റ്റ് ഇതിന് കൂടുതലാണ്. അതായത് KTMന്റെ ഷോറൂമിൽ നിന്ന് തന്നെ ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, ഇതിന് സർവീസ് കോസ്റ്റ് കൂടുതലാണ് എന്നുള്ള കാര്യമൊക്കെ. അപ്പം പിന്നെ ഈ നമ്മുടെ 390 ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എഞ്ചിൻ നല്ല റിലയബിൾ ആണ്. അതായത് 390യുടെ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഒരു 30,000 കിലോമീറ്റർ കഴിയുമ്പോഴേ അവിഞ്ഞൊരു സിറ്റുവേഷനിലോട്ട് പോകും. അതായത് എക്സ്ട്രാ കെയർ നമ്മൾ കൊടുക്കണം 390യുടെ എഞ്ചിന്. അല്ലെന്നുണ്ടെങ്കിൽ ഓയിലൊക്കെ കറക്റ്റ് സമയത്ത് മാറി എപ്പോഴും ഹൈ RPM കയറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ എഞ്ചിന് പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ ഇതിനങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഇതിപ്പം RR310 അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉള്ളതായിട്ട് ആരും പറഞ്ഞിട്ടില്ല. ആ ഒരു വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ഒരു സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ ഇതിനത്ര ഇല്ല. പക്ഷെ ഞാൻ ചോദിച്ചു വരുന്നത്, ഇപ്പൊ നമ്മളൊരു RTR 310 എടുക്കുന്നവർക്ക് എന്തായിരിക്കും ബ്രോയുടെ ഒരു കാഴ്ചപ്പാടില് ഗുണങ്ങൾ കിട്ടുന്നത്? ഈ വണ്ടി എടുക്കുന്ന എന്തുകൊണ്ടും വാല്യൂ ഫോർ മണി ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതുമായിട്ട് നോക്കുന്ന മിക്ക വണ്ടികളെക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് ആണെങ്കിലും വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ലുക്ക് ആണെങ്കിലും എല്ലാം, പവർ, മൈലേജ്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോ എന്തായാലും സർവീസ് കോസ്റ്റ് കൂടുതലായിട്ട് തോന്നിട്ടുണ്ടോ? എനിക്കതൊരു
കൂടുതലായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഈ സെയിം തന്നെ BMW-ന്റെ G3 അതിന് ഫസ്റ്റ് സർവീസ് 7500 അത്രത്തോളം വരുന്നുണ്ട്. ലേബർ ചാർജ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ഒരു തേർഡ് സർവീസ് ചെയ്ത ഒരു GS3 29,000 രൂപ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പം പെർഫോമൻസ് കിട്ടുന്നുണ്ടല്ലോ നമുക്ക്. പിന്നെ അതേപോലെ എനിക്കതൊരു കൂടുതലായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഒരു ചെറിയൊരു ഓണർഷിപ്പ് റിവ്യൂ ആയിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മള് ഒരു എന്താ പറയണ്ടേ, RTR 310 എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്ക് ഒരു 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 ഊഹം, വണ്ടിയെ പറ്റിയിട്ടൊരു ഊഹം, എന്തൊക്കെ കംപ്ലൈന്റ് വരാം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വണ്ടി എന്തൊക്കെ ഗുണങ്ങളുള്ള വണ്ടികളാണ് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്.